വെടിനിർത്തൽ കരാറിലെ അമേരിക്കയുടെ പങ്ക് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ആവശ്യപ്പെട്ടു. നിർണായക ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ മൗനം ദൗർബല്യമായി കാണരുതെന്നും MA ബേബി പറഞ്ഞു. അമേരിക്കയുടെ ഇടപെടലിലെ പുകമറ കേന്ദ്ര സർക്കാർ നീക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പങ്ക് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. മോദി അടിയന്തര പാർലമെന്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നും സംഭവത്തിൽ വിശദീകരണം നൽകണമെന്നും MA ബേബി ആവശ്യപ്പെട്ടു. സത്യമറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോഡി അടിയന്തരമായി ഇക്കാര്യത്തിൽ അവ്യക്തത ഒഴിവാക്കി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം വിശദീകരിക്കണം. അയൽ രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുന്ന നിലപാടാണ് CPIMും മുൻകാല സർക്കാരുകളും സ്വീകരിച്ചിട്ടുള്ളത്. BJP സർക്കാർ നിലപാട് ഉപേക്ഷിച്ചെന്നും MA ബേബി ആരോപിച്ചു. ഗൗരവമുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യം അംഗീകരിക്കാനാകില്ലെന്നും പാർലമെന്റിലും മോദി ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും MA ബേബി കുറ്റപ്പെടുത്തി. ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സർവകക്ഷി യോഗം കൂടുമ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രധാനമന്ത്രി വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോഴും പങ്കെടുക്കാതിരുന്നിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിൽ അമേരിക്കയുടെ പങ്കിലുള്ള പുകമറ നീക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും ആവശ്യപ്പെട്ടു. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ട കേവല മര്യാദ പ്രധാനമന്ത്രി പുലർത്തിയില്ലെന്നും MP ആരോപിച്ചു. അതായത് അമേരിക്കയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് പുകമറയുണ്ട്, സംശയങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കിടയിലില്ല. പക്ഷേ പ്രധാനമന്ത്രി രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കണം, അഭിസംബോധന ചെയ്യണം, പാർലമെൻറ്റ് വിളിച്ചു ചേർക്കണം. ഇത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് അറുതി കുറിക്കണം. നിർണായക ഘട്ടത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന തീരുമാനത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. കൈരളി ന്യൂസ്, ദില്ലി.